നാവിൻ രുചി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയായ ചിക്കൻ ബ്രെഡ് പഫ് ആണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ 100 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ 1.5 കപ്പ് സവാള അരിഞ്ഞതും 2 പച്ചമുളക് നീട്ടത്തിൽ അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റുക. സവാള നല്ലതുപോലെ ട്രാൻസ്പെറന്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പൊ നമ്മളുടെ സവാള നല്ലതുപോലെ ട്രാൻസ്പെറന്റ് ആയി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി നീട്ടത്തിൽ സ്ലൈസ് ചെയ്തത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പൊ തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പൊ നല്ലതുപോലെ റോസ്മെല്ലൊക്കെ മാറി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് സിമ്മിലിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അങ്ങനെ ഇപ്പൊ നമ്മളുടെ ചിക്കൻ സ്റ്റഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളില് 3 മുട്ട ഓരോന്നായി പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളുടെ മുട്ട നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് ഗ്രീസ് ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ഗ്രീസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഓൾറെഡി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് നമുക്ക് ഓരോ ബ്രെഡായി മുക്കി എടുക്കാം. ബ്രെഡ് മുട്ടയിലേക്ക് മുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യുക, ഇല്ലെങ്കിൽ ബ്രെഡ് ഉടഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്നായി മുക്കിയെടുത്ത് നമുക്കിനി പാനിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ ഓരോ ബ്രെഡ് മുക്കി പാനിൽ ഫുള്ളായി കവർ ചെയ്ത് എടുക്കാം ഇതുപോലെ. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റഫ് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും മുട്ടയിൽ ബ്രെഡ് മുക്കി ടോപ്പ് ലെയർ കവർ ചെയ്തെടുക്കാം.
ഞാനിപ്പോൾ ഫുള്ളായിട്ട് ബ്രെഡ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്യാസ് സ്റ്റവിൽ വെച്ച് മൂടിയിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് ഇത് തിരിച്ചിട്ട് മറ്റേ സൈഡും വേവിച്ചെടുത്താൽ നല്ല അടിപൊളി രുചിയിൽ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ ബ്രെഡ് പഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.